നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റിഫോം യുകെ പാർട്ടി നേതാവും എംപിയുമായ നൈജൽ ഫറാജിനെതിരെ സാമ്പത്തിക വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദം പുകയുന്നു. തന്റെ അടുത്ത അനുയായിയും മുൻപ് തട്ടിപ്പ് കേസിൽ യുഎസിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്ത ജോർജ് കോട്ടറലിൽ നിന്നും ലഭിച്ച സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഫറാജ് പാർലമെന്റിൽ വെളിപ്പെടുത്തിയില്ല എന്നത് പ്രധാന ആരോപണം. ഫറാജ് യാതൊരുവിധ ചട്ടലംഘനവും നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കി റിഫോം യുകെയുടെ ട്രഷറി വക്താവ് റോബർട്ട് ജെൻഡിക്. നൈജൽ ഫറാജിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാനുള്ള സ്റ്റാഫുകളുടെ ശമ്പളം, വ്യക്തിഗത സുരക്ഷാ ചിലവുകൾ എന്നിവ കോട്ടറലാണ് നൽകിയിരുന്നതെന്ന് റിപ്പോർട്ടിൽ പരാമർശം. ലണ്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിന് സമീപമുള്ള കോട്ടറലിന്റെ ആഡംബര വസതി ഫറാജ് ഉപയോഗിച്ചിരുന്നതായും ആരോപണം. വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള ചട്ടലംഘനവും നടന്നിട്ടില്ല എന്ന് പാർട്ടി വക്താക്കൾ. സുപ്രധാന മരുന്നുകൾ പലതിന്റെയും ലഭ്യത കുറഞ്ഞു വരാൻ തുടങ്ങിയതോടെ അതീവ ഉത്കണ്ഠയിൽ NHS രോഗികൾ. മരുന്നുകളുടെ ക്ഷാമം ഒരു ദേശീയ പ്രതിസന്ധിയായി മാറുമെന്ന് അഭ്യൂഹം. 2025 ഏപ്രിൽ മാസത്തിനിടയിൽ 1500ഓളം മരുന്നുകളുടെ കുറവാണ് രേഖപ്പെടുത്തിയെന്ന് വ്യക്തമാക്കി കമ്മ്യൂണിറ്റി ഫാർമസി ഇംഗ്ലണ്ട്. ക്രയോൺ, ഇൻസുലിൻ, ADHD മരുന്നുകൾ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനുള്ള മരുന്നുകൾ എന്നിവയ്ക്ക് രൂക്ഷക്ഷാമമെന്ന് സൂചന. മരുന്നുകളുടെ ക്ഷാമം ഒരു തുടർക്കഥയാവുകയാണെന്നും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും റോയൽ കോളേജ് ഓഫ് ഫാർമസി. NHSന്റെ പുതിയ നടപടികൾ രോഗികൾക്ക് കാർ പാർക്കുകളെ അഭയം പ്രാപിക്കേണ്ട അവസ്ഥ സംജാതമാക്കുമെന്ന് മുന്നറിയിപ്പ്. എസെക്സിലെ വെതർഫീൽഡിലുള്ള മുൻ സൈനിക ആസ്ഥാനത്ത് പാർപ്പിക്കുന്ന അഭയാർത്ഥികളുടെ എണ്ണത്തിൽ 60% വർധനവ് വരുത്താൻ തീരുമാനിച്ച് സർക്കാർ തീരുമാനത്തിൽ ഹോം ഓഫീസിനെതിരെ പുതിയ നടപടികൾ തുടങ്ങി നാട്ടുകാർ. അഭയാർത്ഥികളുടെ എണ്ണം ഇനിയും വർദ്ധിച്ചാൽ പ്രദേശവാസികളെക്കാൾ കൂടുതൽ അഭയാർത്ഥികൾ ഉണ്ടാകുമെന്നതാകും അവസ്ഥ എന്ന് ചൂണ്ടിക്കാട്ടി ഗ്രാമവാസികൾ. നിലവിൽ വെതർഫീൽഡിലെ പഴയ വ്യോമസേനാ കേന്ദ്രത്തിലുള്ളത് 766 അഭയാർത്ഥികൾ. അമേരിക്ക ഇസ്രായേലിന്റെ ശക്തമായ ഏക സഖ്യകക്ഷിയാണെന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ അവകാശവാദത്തെ തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഇസ്രായേലിനെ ശക്തമായി പിന്തുണയ്ക്കുന്നവരിൽ ഇന്ത്യയും ഉണ്ട് എന്ന് നെതന്യാഹു. സ്വന്തം രാജ്യത്തെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിലും പല സർക്കാരുകളും സ്വകാര്യമായി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് തുടരുന്നുണ്ടെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി. USനെ പരസ്യമായി വിമർശിക്കുന്നതിനെതിരെ നെതന്യാഹുവിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് വാൻസിന്റെ കർശന മുന്നറിയിപ്പ്. വാൻസിന്റെ പ്രതികരണം ഇരു രാജ്യങ്ങളും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യുക്രൈൻ യുദ്ധത്തിന് പരിഹാരം കാണാൻ സഹായിക്കാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഡൊണാൾഡ് ട്രംപ് ഉറപ്പു നൽകിയതായി യൂറി ഉഷാക്കോ. US സ്വാതന്ത്ര്യദിനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു നേതാക്കളും നടത്തിയ ചർച്ച ഫലപ്രദമായിരുന്നു എന്ന് വ്യക്തമാക്കി റഷ്യൻ വക്താവ്. റഷ്യയുടെ അടിസ്ഥാനപരമായ നിലപാടുകൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നയതന്ത്ര പരിഹാരമാണ് ആഗ്രഹിക്കുന്നതെന്ന് യൂറി ഉഷാക്കോ. റഷ്യൻ സൈന്യം യുദ്ധകളത്തിൽ മുന്നേറുകയാണെന്നും കിഴക്കൻ യുക്രൈനിലെ തന്ത്രപ്രധാന നഗരമായ കോസ്റ്റിയാനിവിക്ക പിടിച്ചെടുത്തതായും പുടിന്റെ അവകാശവാദം തള്ളി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ട്രംപിനെ മോസ്കോ സന്ദർശിക്കാൻ വീണ്ടും ക്ഷണിച്ച് റഷ്യൻ പ്രസിഡന്റ്. പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 6 ദിവസത്തെ പര്യടനത്തിൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഏഷ്യ പസഫിക് മേഖലയിലെ സാന്നിധ്യം ശക്തമാക്കലും വ്യാപാര ബന്ധം വിപുലീകരിക്കലും. പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദി ന്യൂസിലൻഡിൽ എത്തുന്നത് ഇത് ആദ്യമായി. പ്രതിരോധം, വ്യാപാരം, സാങ്കേതിക വിദ്യകൾ, നിക്ഷേപം, സമുദ്ര സുരക്ഷ എന്നിവയിലെ സഹകരണത്തിലൂടെ തെക്കുകിഴക്കൻ ഏഷ്യയിലെയും പസഫിക്കിലെയും പ്രധാന രാജ്യങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കാൻ സന്ദർശനം ഉപകരിക്കുമെന്ന് പ്രധാനമന്ത്രി. ശ്രീരാം ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ചമ്പത് റായ് രാജിവെച്ചതിനു പകരം ബജ്രംഗൽ ബാഗ്ഡയുടെ പേര് നിർദ്ദേശിച്ച് വിശ്വ ഹിന്ദ് പരിഷത്ത്. ബാഗ്ഡ നിലവിൽ VHPയുടെ ദേശീയ അന്തർദേശീയ ജനറൽ സെക്രട്ടറി. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാഗ്ഡയുടെയും നിലവിലെ അംഗം കൃഷ്ണമോഹന്റെയും പേരുകൾ പരിഗണനയിൽ. VHP ഇന്ദ്രപ്രസ്ഥ മേഖലാ സെക്രട്ടറി നീരജ് ദൌനേരിയയുടെ പേരും ട്രസ്റ്റ് അംഗമായി പരിഗണിക്കും. രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ നിർണായക യോഗം ഇന്ന്. സംഭാവന തട്ടിപ്പിൽ സംശയം നിലനിൽക്കുന്ന ട്രസ്റ്റ് എന്ത് നിലപാടെടുക്കുമെന്നതിൽ ആകാംക്ഷ സജീവം. അയോധ്യയിൽ നടക്കുന്ന യോഗത്തിൽ ചമ്പത് റായുടേതടക്കം രാജി അംഗീകരിക്കും. ചമ്പത് റായിക്ക് ഇരട്ടി പ്രഹരമായി മുൻ ആഭ്യന്തര സെക്രട്ടറി ലക്ഷ്മി നാരായണന്റെ മൊഴിയും പുറത്ത്. PM ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി എല്ലാ വർഷവും പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. UDF-യുമായുള്ള ചർച്ചകൾക്കു ശേഷം നിശ്ചിത സമയത്തിനുള്ളിൽ ഉപസമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മുഖ്യമന്ത്രിയും സർക്കാരുമാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നും വിദ്യാഭ്യാസ മന്ത്രി. കേന്ദ്രത്തിന് തീരുമാനമെടുക്കാനുള്ള ഏകപക്ഷീയമായ കരാറിലാണ് കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ചതെന്നും മന്ത്രിയുടെ രൂക്ഷ വിമർശനം. എല്ലാം അടിയറവ് വെച്ചുള്ള കരാറിലാണ് മുൻ സർക്കാർ ഒപ്പിട്ടതെന്നും കരാറിൽ നിന്ന് പിൻവാങ്ങാനോ മാറ്റം വരുത്താനോ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അവകാശമെന്നും വിദ്യാഭ്യാസ മന്ത്രി. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് CPIM ഒന്നും പഠിച്ചിട്ടില്ല എന്നും ഇരുട്ടുകൊണ്ട് വോട്ടടയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് വിമർശിച്ച് മുൻ CPIM നേതാവും പയ്യന്നൂർ MLA-യുമായ V കുഞ്ഞികൃഷ്ണൻ. ധനരാൽ രക്തസാക്ഷി ദിനാചരണത്തിൽ നിന്ന് TI മധുസൂദനനെ മാറ്റി നിർത്തണമെന്നും സാധാരണ രീതിയിൽ രക്തസാക്ഷി ദിനാചരണത്തിൽ നിന്ന് മധുസൂദനനെ മാറ്റേണ്ടതായിരുന്നുവെന്നും കുഞ്ഞികൃഷ്ണന്റെ രൂക്ഷ പ്രതികരണം. വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് CPIM നേതൃത്വമാണെന്നും ഫണ്ട് തിരിമറിയിൽ പാർട്ടി നടപടിയെടുക്കാത്തതാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് തന്നെ നയിച്ചത് എന്നും വെളിപ്പെടുത്തി പയ്യന്നൂർ MLA.
വാർത്തകൾ വിശദമായി. റിഫോം യു കെ പാർട്ടി നേതാവും എംപിയുമായ നൈജൽ ഫറാജിനെതിരെ സാമ്പത്തിക വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദം പുകയുന്നു. തന്റെ അടുത്ത അനുയായിയും മുൻപ് തട്ടിപ്പ് കേസിൽ യുഎസിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്ത ജോർജ് കോട്രലിൽ നിന്നും ലഭിച്ച സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഫറാജ് പാർലമെന്റിൽ വെളിപ്പെടുത്തിയില്ല എന്നാണ് പ്രധാന ആരോപണം. എന്നാൽ ഫറാജ് യാതൊരുവിധ ചട്ടലംഘനവും നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹത്തെ പിന്തുണച്ച് റിഫോം യു കെയുടെ ട്രഷറി വക്താവ് റോബർട്ട് ജെൻഡിക് വ്യക്തമാക്കി. ദി സൺഡേ ടൈംസ് പത്രമാണ് റിഫോം യു കെ പാർട്ടി നേതാവും എംപിയുമായ നൈജൽ ഫറാജിനെതിരെ സാമ്പത്തിക വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദം പുകയുന്നു എന്ന വാർത്ത ആദ്യമായി പുറത്തുവിട്ടത്. നൈജൽ ഫറാജ് എംപിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപുള്ള ഒരു വർഷ കാലയളവിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാനുള്ള സ്റ്റാഫുകളുടെ ശമ്പളം, വ്യക്തിഗത സുരക്ഷാ ചിലവുകൾ എന്നിവ കോട്രൽ ആണ് നൽകിയിരുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ ലണ്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിന് സമീപമുള്ള കോട്രലിന്റെ ആഡംബര വസതി ഫറാജ് ഉപയോഗിച്ചിരുന്നതായും ആരോപണമുണ്ട്. പാർലമെന്ററി ചട്ടങ്ങൾ പ്രകാരം പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്ന എംപിമാർ തങ്ങൾക്ക് കഴിഞ്ഞ 12 മാസത്തിനിടയിൽ ലഭിച്ച 300 പൗണ്ടിന് മുകളിലുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും വെളിപ്പെടുത്താൻ ബാധ്യസ്ഥരാണ്. എംപി ആകുന്നതിന് മുൻപുള്ള സഹായം നൈജൽ ഫറാജ് എംപിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപാണ് ലഭിച്ചിരുന്നതെന്നും പൂർണ്ണമായും വ്യക്തിപരമായ സൗഹൃദത്തിന്റെ പുറത്താണ് സുരക്ഷയും സ്റ്റാഫ് ചിലവുകളും കോട്രൽ വഹിച്ചതെന്നും റിഫോം യു കെയുടെ ട്രഷറി വക്താവ് റോബർട്ട് ജെൻഡിക് പ്രതികരിച്ചു. പാർലമെന്ററി നിയമപ്രകാരം ഒരു വ്യക്തി എംപി ആകുന്നതിന് മുൻപ് സ്വന്തം സുഹൃത്തുക്കളിൽ നിന്നും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി സ്വീകരിക്കുന്ന സമ്മാനങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള ചട്ടലംഘനവും നടന്നിട്ടില്ല എന്ന് പാർട്ടി വക്താക്കൾ അവകാശപ്പെടുന്നു. ഒരു സാമ്പത്തിക കുറ്റവാളിയിൽ നിന്നും ഫറാജ് കൈപ്പറ്റിയ സാമ്പത്തിക ആനുകൂല്യങ്ങളെ കുറിച്ച് പാർലമെന്ററി സ്റ്റാൻഡേർഡ്സ് കമ്മീഷണർ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ലിബറൽ ഡെമോക്രാറ്റ് പാർട്ടി ഔദ്യോഗികമായി കത്തയച്ചിട്ടുണ്ട്. ക്രിപ്റ്റോ ശതകോടീശ്വരനായ ക്രിസ്റ്റഫർ ഹാർബോണിൽ നിന്നും തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ലഭിച്ച 5 മില്യൺ പൗണ്ടിന്റെ അപ്രഖ്യാപിത സമ്മാനങ്ങളുമായി ബന്ധപ്പെട്ട് നൈജൽ ഫറാജ് നിലവിൽ പാർലമെന്ററി അന്വേഷണം നേരിടുന്നുണ്ട്. കൂടാതെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറുമായി നടത്തിയ സ്വകാര്യ കൂടിക്കാഴ്ചയിൽ ഹാർബോണിന്റെ ക്രിപ്റ്റോ ബിസിനസ്സുകൾക്ക് അനുകൂലമായ രീതിയിൽ ഫറാജ് ലോബിയിങ് നടത്തിയെന്ന പുതിയ പരാതിയും പാർലമെന്ററി കമ്മീഷണർ ഡാനിയൽ ഗ്രീൻബർഗിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. തങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും കഴിഞ്ഞ പൊതുതിരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിയെ പിന്തുണച്ച പത്രങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായി വാർത്തകൾ ചമയ്ക്കുകയാണ് എന്നുമാണ് റിഫോം യു കെയുടെ നിലപാട്. എന്നാൽ തുടർച്ചയായി പുറത്തുവരുന്ന സാമ്പത്തിക വിവാദങ്ങൾ ഫറാജിനെയും റിഫോം യു കെയെയും കടുത്ത രാഷ്ട്രീയ പ്രതിരോധത്തിൽ ആക്കിയിട്ടുണ്ട്. സുപ്രധാന മരുന്നുകൾ പലതിന്റെയും ലഭ്യത കുറഞ്ഞു വരാൻ തുടങ്ങിയതോടെ NHS രോഗികൾ അതീവ ഉത്കണ്ഠയിലാണ് എന്ന് റിപ്പോർട്ട്. മരുന്നുകളുടെ ക്ഷാമം ഒരു ദേശീയ പ്രതിസന്ധിയായി മാറുമെന്നാണ് ഫാർമസിസ്റ്റുകൾ പറയുന്നത്. 2025 ഏപ്രിൽ മാസത്തിനുമിടയിലായി 1500ഓളം മരുന്നുകളുടെ കുറവാണ് രേഖപ്പെടുത്തിയതെന്ന് കമ്മ്യൂണിറ്റി ഫാർമസി ഇംഗ്ലണ്ട് പറയുന്നു. NHS-ൽ കടുത്ത മരുന്നുക്ഷാമം, രോഗികൾ വലയുന്നു എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്ത്. ചുഴലിരോഗം ബാധിച്ച പാർക്കിൻസൺസ് രോഗവും ബാധിച്ചെന്ന് കണ്ടെത്തിയ പേൾ ബട്ട്ലർ എന്ന വനിത പറയുന്നത് ആഴ്ചകളോളം മരുന്നുകൾ ലഭിക്കാതിരുന്നെന്നും അതിന്റെ ഫലമായി രോഗം ഗുരുതരമാവുകയും ചെയ്തു എന്നാണ്. 2024 മെയ് മാസത്തിനും 2025 ഏപ്രിൽ മാസത്തിനും ഇടയിലായി 1500ഓളം മരുന്നുകളുടെ കുറവാണ് രേഖപ്പെടുത്തിയതെന്ന് കമ്മ്യൂണിറ്റി ഫാർമസി ഓഫ് ഇംഗ്ലണ്ട് പറയുന്നു. ക്രിയോൺ, ഇൻസുലിൻ, ADHD മരുന്നുകൾ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനുള്ള മരുന്നുകൾ എന്നിവയ്ക്ക് ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് ഫാർമസിസ്റ്റുകൾ പറയുന്നത്. ഇത്തരം മരുന്നുകളുടെ ക്ഷാമം ഒരു തുടർക്കഥയാവുകയാണെന്നും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും റോയൽ കോളേജ് ഓഫ് ഫാർമസി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിതരണ ശൃംഖല കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പ്രശ്നം ഒരു ദേശീയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണെന്നും മരുന്നുകളുടെ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിനായി ദീർഘകാല പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടതെന്നും ബ്രിസ്റ്റോളിലെ വെഡ്മിനിസ്റ്റർ ഫാർമസിയിലെ അഡീഷണൽ വില്യംസ് പറയുന്നു. അതേസമയം 52-കാരിയായ ബട്ട്ലർ പറയുന്നത് മരുന്നുകളുടെ ക്ഷാമം കൂടെ ആശങ്ക ജനിപ്പിക്കുന്നു എന്നാണ്. ഇടനാഴികളിലും മറ്റും കിടത്തി രോഗികളെ ശുശ്രൂഷിക്കേണ്ടി വരുന്ന അവസ്ഥ മാറ്റാനുള്ള NHS-ന്റെ നടപടികൾ രോഗികൾക്ക് കാർ പാർക്കുകളെ അഭയം പ്രാപിക്കേണ്ട അവസ്ഥ സംജാതമാക്കുമെന്ന് ബ്രിട്ടനിലെ ഏറ്റവും മുതിർന്ന ആംബുലൻസ് ചീഫ് മുന്നറിയിപ്പ് നൽകുന്നു. അസോസിയേഷൻ ഓഫ് ആംബുലൻസ് ചീഫ് എക്സിക്യൂട്ടീവ്സ് ചെയർമാൻ ജേസൺ കില്ലൻസ് പറയുന്നത് A&E വിഭാഗത്തിലെ ദൈർഘ്യമേറിയ കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിലാണ് NHS ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ്. ഇടനാഴിയിലും മറ്റും കിടത്തി രോഗികളെ ശുശ്രൂഷിക്കേണ്ടി വരുന്ന അവസ്ഥ മാറ്റാനുള്ള NHS-ന്റെ നടപടികൾ രോഗികൾക്ക് കാർ പാർക്കുകളെ അഭയം പ്രാപിക്കേണ്ട അവസ്ഥ സംജാതമാക്കുമെന്ന് മുന്നറിയിപ്പ്. ഈ പാർലമെന്റിന്റെ കാലാവധി തീരുന്നതിന് മുൻപായി വാരാന്തകളിലെ ചികിത്സ അവസാനിപ്പിക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ട്രോളുകളിൽ കിടക്കുന്ന രോഗികൾക്ക് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്നേക്കാമെന്നും അദ്ദേഹം ടെലഗ്രാഫിന് നൽകിയ ഒരു അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞു. ആശുപത്രികളിൽ രോഗികളെ പരിപാലിക്കുന്നതിൽ വേഗത കൈവരിക്കാതെ വരാന്തകൾ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് വിപരീത ഫലം ചെയ്യുമെന്നാണ് അദ്ദേഹം നൽകുന്ന മുന്നറിയിപ്പ്. വരാന്തകളിൽ കിടത്തി ചികിത്സിക്കുന്നത് ഒരിക്കലും അന്തസ്സുള്ള ഒരു നടപടിയല്ല എന്ന് പറഞ്ഞ അദ്ദേഹം അതുപോലെ തന്നെയാണ് കാർ പാർക്കിംഗ് ആംബുലൻസിൽ കിടന്ന് ചികിത്സിക്കേണ്ടി വരുന്നതെന്നും പറഞ്ഞു. ലണ്ടൻ ആംബുലൻസ് സർവീസസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് കൂടിയാണ് അദ്ദേഹം. എസെക്സിലെ വെതർഫീൽഡിലുള്ള മുൻ സൈനിക ആസ്ഥാനത്ത് പാർപ്പിക്കുന്ന അഭയാർത്ഥികളുടെ എണ്ണത്തിൽ 60% വർധനവ് വരുത്താൻ സർക്കാർ തീരുമാനിച്ചതോടെ
ഹോം ഓഫീസിനെതിരെ പുതിയ നടപടികൾക്ക് ഒരുങ്ങുകയാണ് നാട്ടുകാർ എന്ന് റിപ്പോർട്ട്. എസെക്സിലെ വെതർഫീൽഡിലുള്ള മുൻ സൈനിക ആസ്ഥാനത്ത് പാർപ്പിക്കുന്ന അഭയാർത്ഥികളുടെ എണ്ണത്തിൽ 60% വർധനവ് വരുത്താൻ സർക്കാർ തീരുമാനിച്ചതോടെ പ്രതിഷേധം ശക്തമാകുന്നു. അഭയാർത്ഥികളുടെ എണ്ണം ഇനിയും വർദ്ധിച്ചാൽ പ്രദേശവാസികളെക്കാൾ കൂടുതൽ അഭയാർത്ഥികൾ ഉണ്ടാകുമെന്നതാകും അവസ്ഥ എന്ന് ഗ്രാമവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ വെതർഫീൽഡിലെ പഴയ വ്യോമസേനാ കേന്ദ്രത്തിൽ 766 അഭയാർത്ഥികളാണുള്ളത്. ഇത് 1245 ഉയർത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, നേരത്തെ 2027 വരെ മാത്രമേ ഈ ക്യാമ്പ് ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അത് കഴിഞ്ഞും ക്യാമ്പിന്റെ പ്രവർത്തനം തുടരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ബോട്ടുകളിൽ അഭയാർത്ഥികൾ എത്തുന്നത് തടയുമെന്നും അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കുമെന്നും മന്ത്രിമാർ ആവർത്തിച്ച് പറയുന്നതിനിടയിലാണ് ഈ സംഭവം. 2023 ജൂണിൽ ഈ അഭയാർത്ഥി ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചതു മുതൽ തങ്ങളുടെ ജീവിതം നരകതുല്യമായി എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്നതായും പ്രദേശത്തെ ആകെ ഭീഷണി നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നതെന്നും അവർ പറയുന്നു. ക്യാമ്പിൽ നിന്നുള്ള ശബ്ദാഘോഷങ്ങളും അതിരാവിലെ തന്നെ അഭയാർത്ഥികളെ കൊണ്ടുവിടാനും കൊണ്ടുപോകാനും എത്തുന്ന കാറുകളുടെ ഹോണടികളും കാരണം രാവിലെ ഉറക്കം സാധ്യമാകുന്നില്ല എന്നും ക്യാമ്പിന് സമീപം താമസിക്കുന്നവർ പരാതിപ്പെടുന്നു. മാത്രമല്ല, റോഡിലും പരിസരങ്ങളിലും മലമൂത്ര വിസർജനം നടത്തുന്നതും സാധാരണമായിരിക്കുന്നതായി അവർ പറയുന്നു. മറ്റൊരു ഉഷ്ണതരംഗത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറെടുക്കുവാൻ ബ്രിട്ടീഷുകാർക്ക് നിർദ്ദേശം. ഈ ആഴ്ച ആരംഭിക്കുന്ന ഉഷ്ണതരംഗത്തിൽ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ താപനില 34 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. യുകെയുടെ പല ഭാഗങ്ങളിലും ഒരാഴ്ച വരെ നീളുന്ന ആരോഗ്യ മുന്നറിയിപ്പുകൾ ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു. ഈ ആഴ്ച ആരംഭിക്കുന്ന ഉഷ്ണതരംഗത്തിൽ ബ്രിട്ടന്റെ ചില ഭാഗങ്ങളിൽ താപനില 34 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും അതിനാൽ മറ്റൊരു ഉഷ്ണതരംഗത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറെടുക്കുവാനും ബ്രിട്ടീഷുകാർക്ക് നിർദ്ദേശം. പ്രായമേറിയവരും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും ഏറെ കരുതലെടുക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഇന്ന് പല ഭാഗങ്ങളിലും അതിരാവിലെ തന്നെ താപനില 20 ഡിഗ്രിക്ക് അടുത്തെത്തിയിരിക്കുമെന്നാണ് കരുതുന്നത്. തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ ശനിയാഴ്ച താപനില 29 ഡിഗ്രി സെൽഷ്യസിൽ എത്തുകയും ഞായറാഴ്ച അതേ താപനില തുടരുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ന് തന്നെ ചില പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഇടയുണ്ട്. ഇവിടങ്ങളിൽ നിന്ന് താപനില 31 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്നാണ് കരുതുന്നത്. വ്യാഴാഴ്ചയോടെ തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിൽ താപനില 34 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർന്നേക്കുമെന്നും മെറ്റ് ഓഫീസ് അറിയിച്ചു. ബ്രിട്ടന്റെ ചില ഭാഗങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഉഷ്ണതരംഗം പ്രവചിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ മാസത്തെ ഉഷ്ണതരംഗത്തിന്റെ അത്ര കാഠിന്യമുള്ളതായിരിക്കില്ല ഇത്തവണ എന്നാണ് കരുതുന്നത്. വടക്ക് പടിഞ്ഞാറൻ സ്കോട്ട്ലൻഡിൽ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് ഇന്ന് രാവിലെ 10 മണി വരെ പ്രാബല്യത്തിലുണ്ടായിരിക്കും. 40 മില്ലിമീറ്റർ വരെ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിക്കുന്നത്. ഉയർന്ന പ്രദേശങ്ങളിൽ 100 മില്ലിമീറ്റർ മഴ ലഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. വ്യാഴാഴ്ച ബിർമിംഗ്ഹാമിൽ താപനില 34 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയേക്കും. അന്നേ ദിവസം മാഞ്ചസ്റ്ററിൽ 20 ഡിഗ്രി സെൽഷ്യസ് താപനിലയായിരിക്കും അനുഭവപ്പെടുക. എന്നാൽ വെള്ളിയാഴ്ചയോടെ കിഴക്കൻ തീരത്ത് വീശുന്ന ഇളങ്കാറ്റ് താപനിലയിൽ ചെറിയ കുറവുണ്ടാക്കുമെന്നും മെറ്റ് ഓഫീസ് പറയുന്നു. അതേസമയം പടിഞ്ഞാറൻ സ്കോട്ട്ലൻഡിൽ മഴ ചൊവ്വാഴ്ച വരെ തുടരും. അമേരിക്ക ഇസ്രയേലിന്റെ ശക്തമായ ഏക സഖ്യകക്ഷിയാണെന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ അവകാശവാദത്തെ തള്ളി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഇസ്രയേലിനെ ശക്തമായി പിന്തുണയ്ക്കുന്നവരിൽ ഇന്ത്യയും ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാൻ നയത്തെ പ്രതിരോധിച്ചുകൊണ്ട് ജൂണിൽ വാൻസ് നടത്തിയ പരാമർശങ്ങൾക്കാണ് നെതന്യാഹു മറുപടി നൽകിയത്. അമേരിക്ക ഇസ്രയേലിന്റെ ശക്തമായ ഏക സഖ്യകക്ഷിയാണെന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ അവകാശവാദത്തെ തള്ളി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു രംഗത്ത്. വാൻസിനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വിലയിരുത്തലിനോട് യോജിക്കുന്നില്ല എന്ന് നെതന്യാഹു ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇസ്രയേലിന് പല രാജ്യങ്ങളിൽ നിന്നും പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വാദിച്ചു. വാൻസിനെ ബഹുമാനിക്കുന്നു, ഞങ്ങൾ വളരെ നല്ല ബന്ധത്തിലാണ്, എന്നാൽ അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളോടും ഞാൻ യോജിക്കുന്നു എന്ന് അതിന് അർത്ഥമില്ല എന്ന് നെതന്യാഹു പറഞ്ഞു. ഞങ്ങൾക്ക് ഇന്ത്യയെ പോലെ മറ്റു ചില സുഹൃത്തുക്കളുമുണ്ട്. 140 കോടി ജനങ്ങളുള്ള ആ രാജ്യത്ത് നിന്ന് ഞങ്ങൾക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. എന്റെ ഫേസ്ബുക്ക് പേജിൽ ലഭിക്കുന്ന പിന്തുണ കണ്ട് ഞാൻ അത്ഭുതപ്പെടാറുണ്ട് എന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. സ്വന്തം രാജ്യത്തെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിലും പല സർക്കാരുകളും സ്വകാര്യമായി ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നത് തുടരുന്നുണ്ടെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇസ്രയേലിനോട് അനുഭാവമുള്ള ലോകത്തിലെ ഏക ഭരണാധികാരി ഡൊണാൾഡ് ട്രംപ് മാത്രമാണ് എന്നതായിരുന്നു വാൻസ് പറഞ്ഞത്. യുഎസിനെ പരസ്യമായി വിമർശിക്കുന്നതിനെതിരെ അദ്ദേഹം നെതന്യാഹുവിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. താൻ ഇസ്രയേൽ മന്ത്രിസഭയിലായിരുന്നെങ്കിൽ ഏക സഖ്യകക്ഷിയായ യുഎസിനെ വിമർശിക്കില്ലായിരുന്നു എന്നാണ് വാൻസ് പറഞ്ഞത്. ഇറാൻ വിഷയത്തിലും ലെബനനിലെ സൈനിക നടപടികളെ ചൊല്ലിയും ഇരു രാജ്യങ്ങളും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു വാൻസിന്റെ പ്രതികരണം. ഇതിനാണ് യുഎസിലേക്ക് പോകുന്നതിന് മുൻപായി നെതന്യാഹു മറുപടി നൽകിയത്. യുക്രൈൻ യുദ്ധത്തിന് പരിഹാരം കാണാൻ സഹായിക്കാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉറപ്പു നൽകിയതായി ക്രെംലിൻ വക്താവ് യൂറി ഉഷാക്കോവ്. US സ്വാതന്ത്ര്യ ദിനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇരുവരും ഫോണിൽ സംസാരിച്ചത്. 90 മിനിറ്റോളം നീണ്ട സംഭാഷണം തികച്ചും ഫലപ്രദമായിരുന്നുവെന്ന് റഷ്യൻ വക്താവ് വ്യക്തമാക്കി. യുക്രൈൻ യുദ്ധത്തിന് പരിഹാരം കാണാൻ സഹായിക്കാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉറപ്പു നൽകിയതായി ക്രെംലിൻ വക്താവ് യൂറി ഉഷാക്കോവിന്റെ വെളിപ്പെടുത്തൽ.
റഷ്യയുടെ അടിസ്ഥാനപരമായ നിലപാടുകൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നയതന്ത്ര പരിഹാരമാണ് ആഗ്രഹിക്കുന്നതെന്ന് യൂറി ഉഷാക്കോവ് പറഞ്ഞു. എന്നാൽ യുക്രൈനും അവരുടെ യൂറോപ്യൻ സഖ്യകക്ഷികളും യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനും സാധാരണക്കാർക്കെതിരെ ഭീകരത അഴിച്ചുവിടാനുമാണ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. റഷ്യൻ ഇന്ധന വിതരണത്തെ ബാധിച്ച യുക്രൈന്റെ ദീർഘദൂര ആക്രമണങ്ങളെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. റഷ്യൻ സൈന്യം യുദ്ധകളത്തിൽ മുന്നേറുകയാണെന്നും കിഴക്കൻ യുക്രൈനിലെ തന്ത്രപ്രധാന നഗരമായ കോസ്റ്റിയാന്റിവ്ക പിടിച്ചെടുത്തതായും പുടിൻ ട്രംപിനെ അറിയിച്ചു. എന്നാൽ ഈ അവകാശവാദം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തള്ളിക്കളഞ്ഞു. നഗരം ഇപ്പോഴും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പ്രശ്നപരിഹാരത്തിനായി US പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്നറും തുടർന്നും ശ്രമിക്കുമെന്നും അവർ വീണ്ടും മോസ്കോ സന്ദർശിക്കാൻ തയ്യാറാണെന്നും ട്രംപ് പറഞ്ഞതായി യൂറി ഉഷാക്കോവ് കൂട്ടിച്ചേർത്തു. നിലവിൽ ഇറാനുമായുള്ള സംഘർഷത്തിൽ US ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ യുക്രൈനിലെ നയതന്ത്ര നീക്കങ്ങൾ മന്ദഗതിയിലാണ്. ഇറാന്റെ കാര്യത്തിലുള്ള US ശ്രമങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പരിഹാരത്തിന് വഴിയൊരുക്കുമെന്ന് പുടിൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. ട്രംപിനെ മോസ്കോ സന്ദർശിക്കാൻ പുടിൻ വീണ്ടും ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. പെൻസക്കോള നഗരത്തിൽ സ്വാതന്ത്ര്യ ദിനമായ ജൂലൈ 4 ആഘോഷങ്ങൾക്കിടെ ഉണ്ടായ വെടിവയ്പിൽ 19കാരൻ കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രാദേശിക സമയം പുലർച്ചെ 1:30 പാലഫോക്സ് സ്ട്രീറ്റ് ഇന്റൻസിയ സ്ട്രീറ്റ് ജംഗ്ഷന് സമീപം വെടിക്കെട്ട് പ്രദർശനം നടക്കുന്നതിനിടെയാണ് വെടിവയ്പ് ഉണ്ടായത്. പെൻസക്കോള നഗരത്തിൽ പ്രാദേശിക സമയം പുലർച്ചെ 1:30 പാലഫോക്സ് സ്ട്രീറ്റ് ഇൻഡസ്ട്രിയ സ്ട്രീറ്റ് ജംഗ്ഷന് സമീപം സ്വാതന്ത്ര്യദിനമായ ജൂലൈ 4 ആഘോഷങ്ങൾക്കിടെ വെടിക്കെട്ട് പ്രദർശനം നടക്കുന്നതിനിടെ ഉണ്ടായ വെടിവയ്പിൽ 19കാരൻ കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ടീൻ ടേക്ക് ഓവർ എന്ന പേരിൽ നിരവധി കൗമാരക്കാരും യുവാക്കളും ഇവിടെ ഒത്തുകൂടിയിരുന്നു. വെടിക്കെട്ട് അവസാനിച്ചതിന് പിന്നാലെ നൂറുകണക്കിന് യുവാക്കൾ നഗരമധ്യത്തിൽ സംഘർഷമുണ്ടാക്കുകയും സ്ഫോടക വസ്തുക്കൾ എറിയുകയും വെടിവയ്പിലേക്ക് നയിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. വെടിയേറ്റ 19കാരനെ CPR നൽകി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരണം സംഭവിച്ചു. 16 മുതൽ 26 വയസ്സ് വരെയുള്ള 6 പേർ ചികിത്സയിലാണ്. ഇവരുടെ ജീവന് നിലവിൽ ഭീഷണിയില്ല എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പ്രശ്നസാധ്യത കണക്കിലെടുത്ത് നഗരമധ്യത്തിൽ സാധാരണയേക്കാൾ 3 ഇരട്ടി പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. 50ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതലായി വിന്യസിച്ചിരുന്നിട്ടും ഇത്തരം സംഭവം നടന്നത് ആശങ്കാജനകമാണ് എന്ന് പോലീസ് മേധാവി പറഞ്ഞു. വെടിവയ്പ്പിന് മുൻപ് യുവാക്കളുടെ പെരുമാറ്റം ഭയപ്പെടുത്തുന്നതായിരുന്നുവെന്നും സംഭവ സ്ഥലത്ത് പൊതുസമാധാന ലംഘനത്തിന്റെ പേരിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും കൊലപാതക കുറ്റം ഇതുവരെ ആരുടെയും മേൽ ചുമത്തിയിട്ടില്ല എന്നും പോലീസ് അറിയിച്ചു. ആക്രമണം ഒരാളാണോ ഒന്നിലധികം പേരാണോ നടത്തിയതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പ്രതികളെ കണ്ടെത്താൻ പൊതുജനങ്ങളുടെ സഹായവും പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 127.25 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.17 യൂറോ. ഒരു US ഡോളർ 95.44 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 109 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.33 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 67.12 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 6 ദിവസത്തെ പര്യടനത്തിൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഏഷ്യ പസഫിക് മേഖലയിലെ സാന്നിധ്യം ശക്തമാക്കലും വ്യാപാര ബന്ധം ഊട്ടിയുറപ്പിക്കലുമാണ് ഈ നയതന്ത്ര നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 6 ദിവസത്തെ പര്യടനത്തിൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദി ന്യൂസിലൻഡിൽ എത്തുന്നത് ഇതാദ്യമായാണ്. പ്രതിരോധം, വ്യാപാരം, സാങ്കേതിക വിദ്യകൾ, നിക്ഷേപം, സമുദ്ര സുരക്ഷ എന്നിവയിലെ സഹകരണത്തിലൂടെ തെക്കുകിഴക്കൻ ഏഷ്യയിലെയും പസഫിക്കിലെയും പ്രധാന രാജ്യങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കാനാണ് ഈ സന്ദർശനം. 3 രാജ്യങ്ങളിലെയും നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി അവിടുത്തെ ബിസിനസ് സമൂഹവുമായും ഇന്ത്യൻ വംശജരുമായും ആശയവിനിമയം നടത്തും. നരേന്ദ്രമോദിയുടെ 4ാമത്തെ ഇന്തോനേഷ്യ സന്ദർശനമാവും ഓസ്ട്രേലിയയിലേക്കുള്ള 3ാമത്തെ ഉഭയകക്ഷി സന്ദർശനവുമാണിത്. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇന്തോനേഷ്യയിലെത്തുന്ന പ്രധാനമന്ത്രി അവിടെ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 75ാം വർഷത്തിലാണ് ഈ സന്ദർശനം നടക്കുന്നത്. സമുദ്ര സുരക്ഷ, പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, ബഹിരാകാശം, കണക്ടിവിറ്റി, വ്യാപാരം, നിക്ഷേപം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിലെ സഹകരണം ആഴത്തിലാക്കുന്നതിനെ കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ജക്കാർത്തയിലുള്ള പ്രധാനമന്ത്രിയുടെ അവസാന സന്ദർശനം 2023 പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ ഓസ്ട്രേലിയ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം വാർഷിക ലീഡേഴ്സ് സമ്മിറ്റിൽ പങ്കെടുക്കും. പ്രതിരോധ സഹകരണം, സമുദ്ര സുരക്ഷ, നിർണായക ധാതുക്കൾ, ശുദ്ധമായ ഊർജ്ജം, വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ, വിദ്യാഭ്യാസം, വിദഗ്ധരുടെ ചലനാത്മകത എന്നിവയ്ക്ക് ഉച്ചകോടിയിൽ പ്രത്യേക ശ്രദ്ധ നൽകും. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള കോംപ്രഹെൻസീവ് ഇക്കണോമിക് കോഓപ്പറേഷൻ അഗ്രിമെന്റ് സംബന്ധിച്ച ചർച്ചകളും അജണ്ടയിൽ ഉൾപ്പെടും. ഓസ്ട്രേലിയൻ ബിസിനസ് കമ്മ്യൂണിറ്റിയുമായും അവിടെ താമസിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ശ്രീരാം ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ചമ്പത് റായ് രാജിവെച്ചതിനു പകരം ബജ്റംഗാൽ ബാഗ്ഡയുടെ പേര് നിർദ്ദേശിച്ച് വിശ്വ ഹിന്ദ് പരിഷത്ത്.
VHPയുടെ ദേശീയ അന്തർദേശീയ ജനറൽ സെക്രട്ടറിയാണ് ബാഗ്ഡ. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാഗ്ഡയുടെയും നിലവിലെ അംഗം കൃഷ്ണമോഹന്റെയും പേരുകൾ പരിഗണനയിലുണ്ട്. VHP ഇന്ദ്രപ്രസ്ഥ മേഖലാ സെക്രട്ടറി നീരജ് ദൌനേരിയയുടെ പേരും ട്രസ്റ്റ് അംഗമായി പരിഗണനയിലുണ്ട്. ശ്രീറാം ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ചമ്പത് റായ് രാജിവെച്ചതിനു പകരം ബജ്രംഗൽ ബാഗ്ഡയുടെ പേര് നിർദ്ദേശിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത്. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാഗ്ഡയുടെയും നിലവിലെ അംഗം കൃഷ്ണമോഹന്റെയും VHP ഇന്ദ്രപ്രസ്ഥ മേഖലാ സെക്രട്ടറി നീരജ് ദൌനേരിയയുടെയും പേരും ട്രസ്റ്റ് അംഗവുമായും പരിഗണനയിലുണ്ട്. രണ്ടംഗങ്ങൾ വിർച്വലായി പങ്കെടുക്കാനാണ് സാധ്യത. അയോധ്യ ക്ഷേത്രത്തിലെ കൊള്ള പുറത്തു വന്നതിന് പിന്നാലെയാണ് ചമ്പത് റായിയും ട്രസ്റ്റി ഡോക്ടർ അനിൽ മിശ്രയും രാജിവെച്ചത്. അയോധ്യ ക്ഷേത്ര കൊള്ള വിവാദം കത്തി നിൽക്കെ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ നിർണായക യോഗം ഇന്ന് നടക്കും. സംഭാവന തട്ടിപ്പിൽ സംശയമുന്നിൽ നിൽക്കുന്ന ട്രസ്റ്റ് എന്ത് നിലപാടെടുക്കുമെന്നതിൽ ആകാംക്ഷ സജീവമാണ്. അയോധ്യയിൽ 3 മണിക്ക് നടക്കുന്ന യോഗം ചമ്പത് റായിയുടേതടക്കം രാജി അംഗീകരിക്കും. ഇന്നത്തെ യോഗത്തിൽ തട്ടിപ്പുകളിൽ ഉത്തരം പറയേണ്ട ജനറൽ സെക്രട്ടറി ചമ്പത് റായ് പങ്കെടുത്തേക്കില്ല. പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിനായി ദില്ലിയിൽ ചേരുന്ന ട്രസ്റ്റിന്റെ യോഗത്തിൽ ബജ്രംഗൽ ബാഗ്ഡയുടെ അടക്കം പേര് നിർദ്ദേശിക്കും. രാജിവെച്ച പദവികളിലേക്ക് ആരെന്നോ CEO പോസ്റ്റിലേക്ക് ആരെ നിയമിക്കുമെന്നോ വ്യക്തമല്ല. ചമ്പത് റായിക്ക് ഇരട്ടി പ്രഹരവുമായി മുൻ ആഭ്യന്തര സെക്രട്ടറി ലക്ഷ്മി നാരായണന്റെ മൊഴിയും പുറത്തുവന്നു. പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ 2024 ഏപ്രിൽ അയോധ്യ ക്ഷേത്രത്തിൽ 151 കിലോ തൂക്കം വരുന്ന സ്വർണത്തിൽ തീർത്ത രാമചരിത മാനസ് ഗ്രന്ഥം വഴിപാടായി നൽകിയെന്നും ഇപ്പോൾ അതേക്കുറിച്ച് ഒരു വിവരവും ഇല്ല എന്നും നേരിട്ട് വാങ്ങിയ ചമ്പത് റായ് ഒരു രസീത് പോലും നൽകിയില്ല എന്നുമാണ് മൊഴി. ഇക്കാര്യം SIT അടക്കം ലക്ഷ്മി നാരായണൻ മൊഴി നൽകി. മധ്യപ്രദേശിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട 2 പേരെ അംഗങ്ങളാക്കി സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ച് BJP സർക്കാർ. 2025 വഖഫ് ഭേദഗതി നിയമപ്രകാരമാണ് മധ്യപ്രദേശിലെ മോഹൻ യാദവ് സർക്കാരിന്റെ നടപടി. ഇതോടെ രാജ്യത്ത് ആദ്യമായി വഖഫ് ഭേദഗതി നിയമപ്രകാരം വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനമായി മധ്യപ്രദേശ് മാറി. 2025 വഖഫ് ഭേദഗതി നിയമപ്രകാരം മധ്യപ്രദേശിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട 2 പേരെ അംഗങ്ങളാക്കി സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ച് BJP സർക്കാർ. സംസ്ഥാന വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര മതസ്ഥരും അംഗങ്ങളാകണമെന്ന വഖഫ് ഭേദഗതി നിയമത്തിലെ വ്യവസ്ഥ പ്രകാരമാണ് മധ്യപ്രദേശ് സർക്കാരിന്റെ നടപടി. സൻവാർ പട്ടേലിനെ ചെയർമാനാക്കിയാണ് 10 അംഗ സംസ്ഥാന വഖഫ് ബോർഡിനെ സർക്കാർ പുനഃസംഘടിപ്പിച്ചത്. മനോജ് മൽപാനി, അനിമേഷ് ഭാർഗവ എന്നിവരാണ് ബോർഡിലെ ഹിന്ദു അംഗങ്ങൾ. ഇതു സംബന്ധിച്ച ഗസറ്റ് വിജ്ഞാപനം ഞായറാഴ്ച സർക്കാർ പുറത്തിറക്കി. പുതിയ ഭേദഗതി അനുസരിച്ച് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ് എന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയോട് സ്ഥിരീകരിച്ചു. വഖഫ് നിയമത്തിലെ സെക്ഷൻ 12(1) പ്രകാരമാണ് സർക്കാർ ബോർഡ് പുനഃസംഘടിപ്പിച്ചത്. സൻവാർ പട്ടേൽ ചെയർമാനായ പുതിയ ബോർഡിൽ ദില്ലിയിൽ നിന്നുള്ള നജ്മ ഹെപ്തുള്ള, ഭോപ്പാലിൽ നിന്നുള്ള ആദിഫ് അഖീൽ, ഉജ്ജയിനിൽ നിന്നുള്ള ഫൈസാൻ ഖാൻ, ഇൻഡോറിൽ നിന്നുള്ള ഫാത്തിമ ചൌധരി, ഫൈസ്ത സുൽത്താൻ, ഷബാന ഖാൻ, മനോജ് മൽപാനി, ഉണയിൽ നിന്നുള്ള അനിമേഷ് ഭാർഗവ എന്നിവരാണ് അംഗങ്ങൾ. പിന്നാക്ക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കമ്മീഷണർ ബോർഡിലെ എക്സ് ഒഫീഷ്യോ അംഗമായി പ്രവർത്തിക്കും. സംസ്ഥാനത്തെ വഖഫ് സ്വത്തുക്കളുടെ മേൽനോട്ടവും ഭരണവുമാണ് സംസ്ഥാന വഖഫ് ബോർഡിന്റെ ചുമതല. 1995 വഖഫ് നിയമം അനുസരിച്ച് മുസ്ലിം വിഭാഗക്കാരെ മാത്രമായിരുന്നു വഖഫ് ബോർഡിൽ അംഗങ്ങളായി നിയമിക്കേണ്ടിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം പ്രാബല്യത്തിൽ വന്ന വഖഫ് ഭേദഗതി പ്രകാരം വഖഫ് ബോർഡിൽ 2 മുസ്ലിം ഇതര മതസ്ഥരെയും അംഗങ്ങളായി നിയമിക്കണം. PM-ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി എല്ലാ വർഷവും പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. UDF-ഉമായുള്ള ചർച്ചകൾ ആവശ്യമുണ്ട്. നിശ്ചിത സമയത്തിനുള്ളിൽ ഉപസമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മുഖ്യമന്ത്രിയും സർക്കാരുമാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടതെന്നും ഷംസുദ്ദീൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. PM-ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി എല്ലാ വർഷവും പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ വ്യക്തമാക്കി. കേന്ദ്രത്തിന് തീരുമാനമെടുക്കാനുള്ള ഏകപക്ഷീയമായ കരാറിലാണ് കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ചതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. എല്ലാം അടിയറോ വെച്ചുള്ള കരാറിലാണ് മുൻ സർക്കാർ ഒപ്പിട്ടത്. കരാറിൽ നിന്ന് പിൻവാങ്ങാനോ മാറ്റം വരുത്താനോ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അവകാശം. അത്തരമൊരു കരാറിൽ ഒപ്പുവെച്ച ശേഷം ഇപ്പോൾ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞ സർക്കാരിന് തുടർച്ചയാണ് ഈ സർക്കാർ എന്നതും പരിഗണിക്കണം. കഴിഞ്ഞ സർക്കാർ പദ്ധതി മരവിപ്പിച്ചിട്ടില്ല, നീട്ടിവെക്കുകയാണ് ചെയ്തത്. രാഷ്ട്രീയ നിലപാടുകൾ സംരക്ഷിച്ചുകൊണ്ടുള്ള തീരുമാനമെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിനെ ചൊല്ലി മുസ്ലിം ലീഗിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നത് കേവലം വാർത്ത മാത്രമാണെന്നും ഷംസുദ്ദീൻ പറഞ്ഞു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തേണ്ട യോഗ്യതയുള്ള നിരവധി ആളുകളുണ്ട്. എന്നാൽ കുറച്ചു ആളുകളെ മാത്രമേ ഉൾപ്പെടുത്താനാവൂ. പാർട്ടിയാണ് എല്ലാം തീരുമാനിച്ചത്. പുറത്തുവരുന്ന വാർത്തകൾ പൊലിപ്പിക്കുന്ന കാര്യങ്ങളാണെന്നും മന്ത്രി പറഞ്ഞു. വഖഫ് ബോർഡ് പുനഃസംഘടന സംബന്ധിച്ച് നോമിനേറ്റഡ് അംഗങ്ങളുടെ കാര്യത്തിൽ ചില ആക്ഷേപങ്ങൾ ഉണ്ടെന്നും ഇക്കാര്യത്തിൽ കോടതി നിർദ്ദേശം കാക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് CPIM ഒന്നും പഠിച്ചിട്ടില്ല എന്ന് മുൻ CPIM നേതാവും പയ്യന്നൂർ MLA-യുമായ V. കുഞ്ഞികൃഷ്ണൻ. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും കുഞ്ഞികൃഷ്ണൻ വിമർശിച്ചു. ധനരാജ് രക്തസാക്ഷി ദിനാചരണത്തിൽ നിന്ന് TI മധുസൂദനനെ മാറ്റി നിർത്തണം. സാധാരണ രീതിയിൽ രക്തസാക്ഷി ദിനാചരണത്തിൽ നിന്ന് മധുസൂദനനെ മാറ്റേണ്ടതായിരുന്നുവെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് CPIM ഒന്നും പഠിച്ചിട്ടില്ല എന്നും ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് മുൻ CPIM നേതാവും പയ്യന്നൂർ MLA-യുമായ V. കുഞ്ഞികൃഷ്ണൻ രംഗത്ത്. ധനരാജ് രക്തസാക്ഷി ദിനാചരണ സംഘാടക സമിതിയുടെ ഭാരവാഹിയാണ് TI മധുസൂദനൻ. പയ്യന്നൂരിലെ നേതൃത്വം ഇപ്പോഴും TI മധുസൂദനനാണ്.
രക്തസാക്ഷി അനുസ്മരണത്തിൽ നിന്ന് മധുസൂദനനെ മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ്. പാർട്ടി നേതൃത്വം അക്കാര്യം കാര്യമായി ചിന്തിക്കേണ്ടതാണെന്നും കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് CPIM നേതൃത്വമാണെന്നും കുഞ്ഞികൃഷ്ണൻ വിമർശിച്ചു. MP ജയരാജനും MP ഗോവിന്ദനും പരസ്പരം തിരുത്തുകയാണ്. താൻ ഇപ്പോഴും സ്വതന്ത്രനാണ്. UDF തിരഞ്ഞെടുപ്പിൽ തന്നെ പിന്തുണച്ചു എന്ന് മാത്രമേയുള്ളൂ. ഫണ്ട് തിരിമറിയിൽ പാർട്ടി നടപടി എടുക്കാത്തതാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നയിച്ചത്. പാർട്ടി സമീപനം വേറെയായിരുന്നെങ്കിൽ താൻ സ്ഥാനാർത്ഥിയാകുമായിരുന്നില്ല. ജനങ്ങളുടെ മേൽ സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിക്കാനാണ് CPIM ശ്രമിച്ചത്. വ്യക്തികളെ ചൂണ്ടി ചർച്ചയും തിരുത്തലും നടക്കുന്നില്ല. ചെയ്തവർ തന്നെ കീഴെ വിശദീകരിക്കുന്നതാണ് രീതിയെന്നും കുഞ്ഞികൃഷ്ണൻ കുറ്റപ്പെടുത്തി. മലബാറിലെ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ദേശീയ മുസ്ലിം ബ്ലോക്ക് രൂപീകരിക്കുന്നു. കോൺഗ്രസിലെ പ്രധാന നേതാക്കളുടെ പിന്തുണയോടെയാണ് നീക്കം. സ്വാതന്ത്ര്യ സമര സേനാനി മുഹമ്മദ് അബ്ദുറഹ്മാന്റെ പാതയിലാണ് കൂട്ടായ്മ രൂപീകരിക്കുന്നത്. കോൺഗ്രസിലെ പ്രധാന നേതാക്കളുടെ പിന്തുണയോടെ മലബാറിലെ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ദേശീയ മുസ്ലിം ബ്ലോക്ക് രൂപീകരിക്കാൻ നീക്കം. സ്വാതന്ത്ര്യ സമരകാലത്ത് അബ്ദുറഹിമാൻ ആരംഭിച്ച അൽ അമീൻ പത്രം ഇന്ന് കോഴിക്കോട് പ്രദർശിപ്പിക്കുന്നുണ്ട്. അൽ അമീൻ വീണ്ടും വായിക്കപ്പെടുന്നു എന്ന പേരിലാണ് നടപടി. MK രാഘവൻ MP, ചരിത്രകാരൻ KKN കുറുപ്പ്, KPCC മുൻ ട്രഷറർ KK കൊച്ചുമുഹമ്മദ്, NP ചേക്കുട്ടി, പ്രൊഫസർ മുഹമ്മദ് ബായിസ്, KS ഹരിഹരൻ, AP കുഞ്ഞാമു എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. വൈകിട്ട് കാരാപ്പറമ്പ് അതർ ബുക്സിലാണ് പരിപാടി നടക്കുന്നത്. മലബാറിലെ മുസ്ലിം സമുദായത്തിനിടയിൽ കോൺഗ്രസിന്റെ ശക്തി ചോരുന്നു എന്ന് വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടായ്മ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. മുസ്ലിം സമുദായത്തിനിടയിൽ ലീഗ് പ്രബല ശക്തിയായി വളരുമ്പോൾ കോൺഗ്രസിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കൽ ലക്ഷ്യമിട്ടാണ് കൂട്ടായ്മ. ദേശീയധാരയിൽ ഉറച്ചുനിന്ന കോൺഗ്രസിലെ മുസ്ലിം പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുമെന്നാണ് പ്രഖ്യാപനം. സംഘടനാ നേതൃത്വത്തിൽ നൌഷാദ് അലി MLA വന്നേക്കുമെന്ന അഭ്യൂഹമുണ്ടെങ്കിലും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്നലെ നടന്ന ബ്രസീൽ നോർവേ മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് ബ്രസീൽ തോറ്റിരുന്നു. പരാജയത്തിന് പിന്നാലെ ആദ്യ പകുതിയിൽ ലഭിച്ച പെനാൽറ്റി നഷ്ടപ്പെടുത്തിയതിൽ വലിയ വിമർശനങ്ങളാണ് ആരാധകരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ബ്രൂണോ ഗിമറൻസിനെ കിക്കെടുക്കാൻ തിരഞ്ഞെടുത്തു എന്നതിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബ്രസീൽ മുഖ്യ പരിശീലകൻ കാർലോ ആൻചലോട്ടി. ഇന്നലെ നടന്ന ബ്രസീൽ നോർവേ മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് ബ്രസീൽ തോറ്റതിന് പിന്നാലെ ആദ്യ പകുതിയിൽ ലഭിച്ച പെനാൽറ്റി നഷ്ടപ്പെടുത്തിയതിൽ വലിയ വിമർശനങ്ങളാണ് ആരാധകരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നത്. വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബ്രസീൽ മുഖ്യ പരിശീലകൻ കാർലോ ആൻചലോട്ടി. മത്സരങ്ങളിൽ പെനാൽറ്റി ലഭിക്കുമ്പോൾ ആരൊക്കെ കിക്കെടുക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ഒന്നാമത് സൂപ്പർ താരം നിയമർ, രണ്ടാമതായി റാഫിഞ്ഞ എന്നിങ്ങനെ താരങ്ങളുടെ ഒരു പട്ടികയും തയ്യാറാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ബ്രൂണോ കിക്കെടുക്കാൻ എത്തിയത്. പെനാൽറ്റി ലഭിച്ചപ്പോൾ തങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആദ്യ 2 താരങ്ങളും കളിക്കളത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മൂന്നാമതുണ്ടായ ബ്രൂണോയെ കിക്കെടുക്കാൻ തിരഞ്ഞെടുത്തത് എന്ന് ആഞ്ചലോട്ടി വ്യക്തമാക്കി. പരിശീലന സമയത്തൊക്കെ അവനിൽ വലിയ ആത്മവിശ്വാസം കണ്ടിരുന്നെന്നും അതിനാൽ അവനിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിനീഷ്യസ് ജൂനിയറിനെ പോലെ മികച്ച പരിചയസമ്പത്തുള്ള താരങ്ങൾ ആ സമയത്ത് മൈതാനത്തുണ്ടായിട്ടും ബ്രൂണോയെ തിരഞ്ഞെടുത്തതിൽ ആരാധകർ വലിയ വിമർശനമാണ് ഉയർത്തുന്നത്. മത്സരത്തിന്റെ 14-ാം മിനിറ്റിലായിരുന്നു ബ്രസീലിന് ആ പെനൽറ്റി ലഭിക്കുന്നത്. മത്സരം 2-1 പരാജയപ്പെട്ടതോടെ ബ്രസീൽ ടൂർണമെന്റിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റിഫോം UK പാർട്ടി നേതാവും MPയുമായ നൈജൽ ഫറാജിനെതിരെ സാമ്പത്തിക വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദം പുകയുന്നു. തന്റെ അടുത്ത അനുയായിയും മുൻപ് തട്ടിപ്പ് കേസിൽ US-ൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്ത ജോർജ് കോട്ടറലിൽ നിന്നും ലഭിച്ച സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഫറാജ് പാർലമെന്റിൽ വെളിപ്പെടുത്തിയില്ല എന്നത് പ്രധാന ആരോപണം. ഫറാജ് യാതൊരുവിധ ചട്ടലംഘനവും നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കി റിഫോം UKയുടെ ട്രഷറി വക്താവ് റോബർട്ട് ജെൻഡിക്. നൈജൽ ഫറാജിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാനുള്ള സ്റ്റാഫുകളുടെ ശമ്പളം, വ്യക്തിഗത സുരക്ഷാ ചിലവുകൾ എന്നിവ കോട്ടറലാണ് നൽകിയിരുന്നതെന്ന് റിപ്പോർട്ടിൽ പരാമർശം. ലണ്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിന് സമീപമുള്ള കോട്ടറലിന്റെ ആഡംബര വസതി ഫറാജ് ഉപയോഗിച്ചിരുന്നതായും ആരോപണം. വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള ചട്ടലംഘനവും നടന്നിട്ടില്ല എന്ന് പാർട്ടി വക്താക്കൾ. സുപ്രധാന മരുന്നുകൾ പലതിന്റെയും ലഭ്യത കുറഞ്ഞു വരാൻ തുടങ്ങിയതോടെ അതീവ ഉത്കണ്ഠയിൽ NHS രോഗികൾ. മരുന്നുകളുടെ ക്ഷാമം ഒരു ദേശീയ പ്രതിസന്ധിയായി മാറുമെന്ന് അഭ്യൂഹം. 2025 ഏപ്രിൽ മാസത്തിനിടയിൽ 1500ഓളം മരുന്നുകളുടെ കുറവാണ് രേഖപ്പെടുത്തിയെന്ന് വ്യക്തമാക്കി കമ്മ്യൂണിറ്റി ഫാർമസി ഇംഗ്ലണ്ട്. ക്രയോൺ, ഇൻസുലിൻ, ADHD മരുന്നുകൾ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനുള്ള മരുന്നുകൾ എന്നിവയ്ക്ക് രൂക്ഷക്ഷാമമെന്ന് സൂചന. മരുന്നുകളുടെ ക്ഷാമം ഒരു തുടർക്കഥയാവുകയാണെന്നും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും റോയൽ കോളേജ് ഓഫ് ഫാർമസി. NHSന്റെ പുതിയ നടപടികൾ രോഗികൾക്ക് കാർ പാർക്കുകളെ അഭയം പ്രാപിക്കേണ്ട അവസ്ഥ സംജാതമാക്കുമെന്ന് മുന്നറിയിപ്പ്. എസെക്സിലെ വെതർഫീൽഡിലുള്ള മുൻ സൈനിക ആസ്ഥാനത്ത് പാർപ്പിക്കുന്ന അഭയാർത്ഥികളുടെ എണ്ണത്തിൽ 60% വർധനവ് വരുത്താൻ തീരുമാനിച്ച് സർക്കാർ തീരുമാനത്തിൽ ഹോം ഓഫീസിനെതിരെ പുതിയ നടപടികൾ തുടങ്ങി നാട്ടുകാർ. അഭയാർത്ഥികളുടെ എണ്ണം ഇനിയും വർദ്ധിച്ചാൽ പ്രദേശവാസികളെക്കാൾ കൂടുതൽ അഭയാർത്ഥികൾ ഉണ്ടാകുമെന്നതാകും അവസ്ഥ എന്ന് ചൂണ്ടിക്കാട്ടി ഗ്രാമവാസികൾ. നിലവിൽ വെതർഫീൽഡിലെ പഴയ വ്യോമസേനാ കേന്ദ്രത്തിലുള്ളത് 766 അഭയാർത്ഥികൾ. അമേരിക്ക ഇസ്രായേലിന്റെ ശക്തമായ ഏക സഖ്യകക്ഷിയാണെന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ അവകാശവാദത്തെ തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഇസ്രായേലിനെ ശക്തമായി പിന്തുണയ്ക്കുന്നവരിൽ ഇന്ത്യയും ഉണ്ട് എന്ന് നെതന്യാഹു.
സ്വന്തം രാജ്യത്തെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിലും പല സർക്കാരുകളും സ്വകാര്യമായി ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നത് തുടരുന്നുണ്ടെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി. യുഎസിനെ പരസ്യമായി വിമർശിക്കുന്നതിനെതിരെ നെതന്യാഹുവിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് വാൻസിന്റെ കർശന മുന്നറിയിപ്പ്. വാൻസിന്റെ പ്രതികരണം ഇരു രാജ്യങ്ങളും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യുക്രൈൻ യുദ്ധത്തിന് പരിഹാരം കാണാൻ സഹായിക്കാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഡൊണാൾഡ് ട്രംപ് ഉറപ്പു നൽകിയതായി യൂറി ഉഷാക്കോവ്. യുഎസ് സ്വാതന്ത്ര്യദിനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു നേതാക്കളും നടത്തിയ ചർച്ച ഫലപ്രദമായിരുന്നു എന്ന് വ്യക്തമാക്കി റഷ്യൻ വക്താവ്. റഷ്യയുടെ അടിസ്ഥാനപരമായ നിലപാടുകൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നയതന്ത്ര പരിഹാരമാണ് ആഗ്രഹിക്കുന്നതെന്ന് യൂറി ഉഷാക്കോവ്. റഷ്യൻ സൈന്യം യുദ്ധകളത്തിൽ മുന്നേറുകയാണെന്നും കിഴക്കൻ യുക്രൈനിലെ തന്ത്രപ്രധാന നഗരമായ കോസ്റ്റിയാനിവിക്ക പിടിച്ചെടുത്തതായും പുടിന്റെ അവകാശവാദം തള്ളി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ട്രംപിനെ മോസ്കോ സന്ദർശിക്കാൻ വീണ്ടും ക്ഷണിച്ച് റഷ്യൻ പ്രസിഡന്റ്. പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 6 ദിവസത്തെ പര്യടനത്തിൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഏഷ്യ പസഫിക് മേഖലയിലെ സാന്നിധ്യം ശക്തമാക്കലും വ്യാപാര ബന്ധം വിപുലീകരിക്കലും. പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദി ന്യൂസിലൻഡിൽ എത്തുന്നത് ഇത് ആദ്യമായി. പ്രതിരോധം, വ്യാപാരം, സാങ്കേതിക വിദ്യകൾ, നിക്ഷേപം, സമുദ്ര സുരക്ഷ എന്നിവയിലെ സഹകരണത്തിലൂടെ തെക്കുകിഴക്കൻ ഏഷ്യയിലെയും പസഫിക്കിലെയും പ്രധാന രാജ്യങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കാൻ സന്ദർശനം ഉപകരിക്കുമെന്ന് പ്രധാനമന്ത്രി. ശ്രീരാം ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ചമ്പത് റായ് രാജിവെച്ചതിനു പകരം ബജ്രംഗൽ ബാഗ്ഡയുടെ പേര് നിർദ്ദേശിച്ച് വിശ്വ ഹിന്ദ് പരിഷത്ത്. ബാഗ്ഡ നിലവിൽ വിഎച്ച്പിയുടെ ദേശീയ അന്തർദേശീയ ജനറൽ സെക്രട്ടറി. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാഗ്ഡയുടെയും നിലവിലെ അംഗം കൃഷ്ണമോഹന്റെയും പേരുകൾ പരിഗണനയിൽ. വിഎച്ച്പി ഇന്ദ്രപ്രസ്ഥ മേഖലാ സെക്രട്ടറി നീരജ് ദൌനേരിയയുടെ പേരും ട്രസ്റ്റ് അംഗമായി പരിഗണിക്കും. രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ നിർണായക യോഗം ഇന്ന്. സംഭാവന തട്ടിപ്പിൽ സംശയം നിലനിൽക്കുന്ന ട്രസ്റ്റ് എന്ത് നിലപാടെടുക്കുമെന്നതിൽ ആകാംക്ഷ സജീവം. അയോധ്യയിൽ നിന്ന് നടക്കുന്ന യോഗത്തിൽ ചമ്പത് റായുടേതടക്കം രാജി അംഗീകരിക്കും. ചമ്പത് റായിക്ക് ഇരട്ടി പ്രഹരമായി മുൻ ആഭ്യന്തര സെക്രട്ടറി ലക്ഷ്മി നാരായണന്റെ മൊഴിയും പുറത്ത്. PM ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി എല്ലാ വർഷവും പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. UDF-ഉമായുള്ള ചർച്ചകൾക്കു ശേഷം നിശ്ചിത സമയത്തിനുള്ളിൽ ഉപസമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മുഖ്യമന്ത്രിയും സർക്കാരുമാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നും വിദ്യാഭ്യാസ മന്ത്രി. കേന്ദ്രത്തിന് തീരുമാനമെടുക്കാനുള്ള ഏകപക്ഷീയമായ കരാറിലാണ് കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ചതെന്നും മന്ത്രിയുടെ രൂക്ഷ വിമർശനം. എല്ലാം അടിയറവ് വെച്ചുള്ള കരാറിലാണ് മുൻ സർക്കാർ ഒപ്പിട്ടതെന്നും കരാറിൽ നിന്ന് പിൻവാങ്ങാനോ മാറ്റം വരുത്താനോ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അവകാശമെന്നും വിദ്യാഭ്യാസ മന്ത്രി. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് CPIM ഒന്നും പഠിച്ചിട്ടില്ല എന്നും ഇരുട്ടുകൊണ്ട് ഓട്ടടയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് വിമർശിച്ച് മുൻ CPIM നേതാവും പയ്യന്നൂർ MLA-യുമായ വി കുഞ്ഞികൃഷ്ണൻ. ധനരാജ് രക്തസാക്ഷി ദിനാചരണത്തിൽ നിന്ന് TI മധുസൂദനനെ മാറ്റി നിർത്തണമെന്നും സാധാരണ രീതിയിൽ രക്തസാക്ഷി ദിനാചരണത്തിൽ നിന്ന് മധുസൂദനനെ മാറ്റേണ്ടതായിരുന്നുവെന്നും കുഞ്ഞികൃഷ്ണന്റെ രൂക്ഷ പ്രതികരണം. വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് CPIM നേതൃത്വമാണെന്നും ഫണ്ട് തിരിമറിയിൽ പാർട്ടി നടപടിയെടുക്കാത്തതാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് തന്നെ നയിച്ചത് എന്നും വെളിപ്പെടുത്തി പയ്യന്നൂർ MLA. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.